നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM വളർത്തിയ കണ്ണൂരിലെ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെല്ലാം ഇപ്പോൾ പാർട്ടിക്ക് നേരെയും നേതാക്കൾക്കെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ പാർട്ടിക്കെതിരെ മുൻപ് തന്നെ സംസാരിച്ചു തുടങ്ങിയവരാണ്. എങ്കിലും ഇപ്പോൾ മനു തോമസ് ഉയർത്തിവിട്ട സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധം വീണ്ടും ചർച്ചയായതോടെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് അർജുൻ ആയങ്കി രംഗത്ത് വന്നിരുന്നു. CPM പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനിടയായ സ്വർണം പൊട്ടിക്കൽ സംഭവവുമായി തനിക്ക് ഒരു ബന്ധവുമില്ല എന്നും പറഞ്ഞ അർജുൻ ആയങ്കി തന്നെ വീണ്ടും ക്രിമിനലാക്കരുത് എന്ന മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അർജുൻ ആയങ്കിയിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണം വന്നതോടെ വേവലാതി വിറളി പിടിച്ചോടുകയാണ് MV ഗോവിന്ദനും സംഘവും. അതായത് ഇക്കൂട്ടരൊക്കെ പാർട്ടിക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉടലെടുക്കും. പോരാത്തതിന് അടുത്ത തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അതിനിടയിൽ വീണ്ടും കണ്ണൂരിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉയർന്നാൽ അത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കും, അടിത്തറ ഇളകുമെന്ന് നേതാക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ തില്ലങ്കേരി കൂട്ടത്തെയും ആയങ്കിയെയും ഒക്കെ സമാധാനപ്പെടുത്താനാണ് ഇപ്പോൾ പാർട്ടി നീക്കം നടത്തുന്നത്. ഉണ്ടാക്കി വെച്ച പ്രശ്നം ഇവർ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരിക്കൽ പാലും തേനും കൊടുത്ത് വളർത്തിയ സംഘം ഇപ്പോൾ തലയ്ക്ക് മുകളിൽ വാളായി കഴിഞ്ഞു. അർജുൻ ആയങ്കി വലിയ രീതിയിലാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നത്. ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ അർജുൻ ആയങ്കിയുടെ പേരും കൂടെ ഇരിക്കട്ടെ എന്ന രീതിയിലാണ് തന്റെ പേരും കൊടുത്തിരിക്കുന്നത്. തനിക്ക് ഒരറിവുമില്ലാത്ത ഇക്കാര്യം വാർത്തയിലൂടെയാണ് താൻ കാണുന്നതെന്നും അർജുൻ ആയങ്കി പറഞ്ഞു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ആരെയും പേടിച്ചിട്ടല്ല, വീണ്ടും വീണ്ടും വാർത്തകളിൽ വരേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ അർജുൻ ആയങ്കിയുടെ പേരും കൂടെ ഇരിക്കട്ടെ എന്ന രീതിയിലാണ് എന്റെ പേരും കൊടുത്തിരിക്കുന്നത്. നാട്ടിൽ ഏത് സ്വർണം പൊട്ടിക്കൽ ഉണ്ടായാലും അതിന്റെ ഉത്തരവാദി അർജുൻ ആയങ്കിയാണോ? അർജുൻ ആയങ്കിക്ക് മാറി സഞ്ചരിക്കാനുള്ള അവകാശമല്ലേ നിഷേധിക്കുന്നത്? എല്ലാം മതിയാക്കി മറ്റൊരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്തയിൽ നമ്മളെയും ഭാഗഭാക്കാക്കി എന്താണ് ചെയ്യുന്നതെന്നും അർജുൻ ആയങ്കി ചോദിച്ചു. മുൻപ് എനിക്ക് പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മരിക്കുന്നതുവരെ എല്ലാ വിഷയത്തിലും ഞാൻ ഉണ്ടാകുമോ? ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും പ്രതികരിക്കാത്തത് വീണ്ടും ഒരു ന്യൂസ് കണ്ടന്റ് ആവണ്ട എന്ന് വെച്ചിട്ടാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത വിഷയത്തിലാണ് ഇപ്പോൾ എന്റെ പേരും നൽകിയിരിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിന് ആരാണ് ഉത്തരവാദിത്വം പറയുക എന്നും അർജുൻ ആയങ്കി ചോദിച്ചു. 2021 സ്വർണ്ണക്കടത്തിൽ ഞാൻ പ്രതിയായി ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് പാർട്ടിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാണ് പോയത്. പാർട്ടിയുടെ ഒരു സഹായവും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ പേരിലുള്ള കേസുകളെല്ലാം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയ കേസുകൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാലാണ് വീണ്ടും വീണ്ടും ക്രിമിനൽ ആക്കരുതെന്ന് പറയുന്നത്. ഇതിലേക്ക് എന്നെ വലിച്ചിഴക്കരുത്. എന്റെ കേസുകൾ ഞാൻ കോടതിയിൽ തീർത്തോളാം. എന്നെ ആജീവനാന്ത കുറ്റവാളി ആക്കേണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പേര് വലിച്ചിഴച്ച് ഉപദ്രവിക്കരുതെന്നും അർജുൻ ആയങ്കി പറഞ്ഞു. സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് CPM പെരിങ്ങോം എരമരം സെൻട്രൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം സജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. കഴിഞ്ഞ മെയ് മാസത്തിൽ സജേഷ് അടക്കമുള്ള സംഘം പയ്യന്നൂർ കാനായിൽ സ്വർണം പൊട്ടിക്കാൻ എത്തിയപ്പോൾ നാട്ടുകാർ ഇവരെ പിടികൂടിയിരുന്നു. തുടർന്ന് വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ചയായതോടെയാണ് സജേഷിനെതിരെ നടപടി സ്വീകരിച്ചത്. DYFI എരമം സെൻട്രൽ മേഖലാ കമ്മിറ്റി അംഗം കൂടിയാണ് സജേഷ്. സജേഷിന് അർജുൻ ആയങ്കിയുമായി ബന്ധമുണ്ടെന്ന ആരോപണമുണ്ടായിരുന്നു. ഇതിനിടെ മനു തോമസ് പാർട്ടി വിട്ടത് സംബന്ധിച്ച ജില്ലാ കമ്മിറ്റി തീരുമാനം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് അന്വേഷിക്കാൻ CPM കമ്മീഷനെ നിയോഗിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M പ്രകാശൻ, PV ഗോപിനാഥ് എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. അംഗത്വം പുതുക്കാതിരുന്ന മനുവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കി പകരം ആലക്കോട് ഏരിയ സെക്രട്ടറി സാജൻ ജോസഫിനെ ഉൾപ്പെടുത്താൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. വഴിവിട്ട വ്യാപാര ബന്ധങ്ങളെ തുടർന്ന് മനുവിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന തരത്തിൽ ഒരു മാധ്യമത്തിന് വാർത്ത നൽകിയതാണ് വിവാദമായതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. തുടർന്ന് ആരോപണങ്ങളുമായി മനു രംഗത്തെത്തി. ഇതിനോട് P ജയരാജൻ പ്രതികരിച്ചത് അനവസരത്തിലുള്ളതാണെന്നും വിലയിരുത്തി. എന്തായാലും ഇപ്പോൾ മനുവിന്റെ വെളിപ്പെടുത്തലാണ് എല്ലാവർക്കും ഏണിയായിരിക്കുന്നത്. ഇതിൽ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ രംഗത്തേക്ക് വന്നും കഴിഞ്ഞു. എന്തായാലും കണ്ണൂരിൽ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ കലാപക്കൊടി ഉയർന്നു കഴിഞ്ഞു. കനൽത്തരികളെല്ലാം കൂടെ ചേർന്ന് പരസ്പരം അടി തുടങ്ങിയിട്ടുണ്ട്.